SNDP-യുമായി ഐക്യത്തിനില്ലെന്ന് NSS. എല്ലാ പാർട്ടികളുമായും സമദൂരമുള്ളതിനാൽ ഐക്യം പ്രായോഗികമല്ലെന്ന് വാർത്താക്കുറിപ്പ്. ഐക്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന സംശയം. തുഷാറിനെ ചുമതലപ്പെടുത്തിയത് അതിന്റെ തെളിവെന്നും G. സുകുമാരൻ നായർ. തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർക്ക് കനത്ത തിരിച്ചടി. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അസാധാരണ സാഹചര്യങ്ങൾ. ഐക്യം വേണമെന്ന് ജനറൽ സെക്രട്ടറിയുടെ ആവശ്യത്തോട് വിയോജിച്ച് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. കർത്തവ്യപഥിലൂടെ അഭിമാനമായി സാംസ്കാരിക വൈവിധ്യം നിറയുന്ന ഫ്ലോട്ടുകൾ. കേരളത്തിലും ആഘോഷം. പത്മ പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ച് ഗവർണർ. Kerala has always created such leaders in different fields. I am very again thankful to the government of India for recognizing our talent in different fields. I am thankful on the behalf of the all Keralites, all Malayalis, that our people have been honored at the national level. വട്ടിയൂർക്കാവ് പിടിക്കാൻ ശോഭ സുരേന്ദ്രൻ. BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിൽ ശോഭ കളത്തിലിറങ്ങുമെന്ന് സൂചന. മഞ്ചേശ്വരത്ത് സജീവമായി K. സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിത്വം തള്ളാതെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. പാർട്ടിക്ക് അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു, അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും, വിശദമായിട്ട് പറയാം. V. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടിക്ക് അംഗീകാരം. നടപടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ. പാർട്ടിയുടെ കണ്ണിലെ കരടായത് രക്തസാക്ഷി ഫണ്ട് വിവാദത്തെ തുടർന്ന്.